വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് ബഹിഷ്കരിച്ച് സമരം നടത്തും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലമാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമില്ലാത്തതിനാലാണ് സമരം എന്ന് KGMCTA വ്യക്തമാക്കി. അമൽ തേനമ്പറമ്പിൽ വിശദവിവരങ്ങൾ പങ്കുവയ്ക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMCTയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട്. OPകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ ജൂനിയർ ഡോക്ടർമാരൊക്കെ ഉള്ളതിനാൽ തന്നെ കാര്യമായ ഒരു പ്രതിസന്ധി രോഗികൾ നേരിടുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും അത്യാവശ്യങ്ങൾക്കൊഴികെ ആശുപത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ആവശ്യങ്ങളാണ് ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. 4 വർഷം വൈകിയാണ് ഈ ശമ്പള പരിഷ്കരണം നടപ്പായത്. സാധാരണ നിലയിൽ 10 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പാകുന്നതാണ്. അത് പക്ഷേ ഇപ്പോൾ 4 വർഷം വൈകി. അപ്പോൾ അതുമൂലം നഷ്ടപ്പെട്ട ശമ്പളം, അതോടൊപ്പം തന്നെ ക്ഷാമബത്ത കുടിശ്ശിക നൽകണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവേശന തസ്തികയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിർണയത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപാകത പരിഹരിക്കണം എന്നൊരാവശ്യം കൂടി ഉന്നയിക്കുന്നു. രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KGMCTയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ദിവസത്തെ ബഹിഷ്കരണമാണ്. ഇനിയിപ്പോൾ തുടർന്ന് ഇന്ന് ഈ പ്രശ്നത്തോട് മുഖംതിരിക്കുന്ന അല്ലെങ്കിൽ സമരത്തോട് മുഖംതിരിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ വരും ദിവസങ്ങളിലും സമരം തുടരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ 28-ാം തീയതി, അതോടൊപ്പം തന്നെ നവംബർ 5, നവംബർ 13, നവംബർ 21, നവംബർ 29 തീയതികളിലെല്ലാം ഇത്തരത്തിലുള്ള സമരം ഉണ്ടാകുമെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയാണ്. നേരത്തെ അധ്യാപനം ബഹിഷ്കരിച്ചുള്ള ഒരു സമരം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, KGMCTയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമരത്തോട് സർക്കാർ അനുഭവപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല. സർക്കാർ ആ വിഷയത്തിൽ ചർച്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളതാണ് KGMCT ആരോപിക്കുന്നത്. അതിനാൽ തന്നെയാണ് രോഗികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്നൊരു നിലപാടിലേക്ക് KGMCT എത്തിയത്. ഇന്ന് എന്തായാലും ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ KGMCTയുടെ ഭാരവാഹികളുമായി ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.